കേരളത്തിലെ പെണ്ണുങ്ങളെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് ഇവിടെ പോകുമ്പോൾ ആണുങ്ങൾ പല കാരണങ്ങളായിരുന്നു ഇവിടെ പറഞ്ഞിരുന്നത്. പെണ്ണിന്റെ പെരീക്ക് വണ്ടി പോവില്ല, നടക്കാൻ വയ്യില്ല, ഇത്രയും സ്വർണ്ണമാണ്, ഇത്ര സ്ത്രീധനമാണ്, പൈസ മാണം, കാറുമാണം, പെണ്ണിന്റെ മുടിന്റെ നീളം കുറവാണ്, പെണ്ണ് തടില്ല, നിറയില്ല, അങ്ങനെ ഇല്ലാത്ത കുറ്റങ്ങളില്ലായിരുന്നു പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ആണുങ്ങൾക്ക്. ഒരു പക്ഷെ കാലം തിരിച്ചടി തന്നുകൊണ്ടിരിക്കായിരിക്കാം ആണുങ്ങൾക്ക്. സോഷ്യൽ മീഡിയ വന്നത് കാരണം കൊണ്ട് ഒരുപാട് സ്ത്രീകളുടെ അവരുടെ ജീവിതത്തിൽ നടന്ന ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, ഭർത്താവിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പീഡനങ്ങൾ, ഇതൊക്കെ അവർ പബ്ലിക്കിൽ ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ ഇവിടെ പറയുമ്പോൾ പല പെണ്ണുങ്ങൾക്കും കല്യാണം കഴിക്കാൻ തന്നെ പേടിയാവും. കാരണം ഞങ്ങളുടെ ജീവിതം കല്യാണം കഴിഞ്ഞാലേ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന്, ഭർത്താവിന്റെ അടുത്ത് നിന്ന്, അമ്മായിമാന്റെ അടുത്ത് നിന്ന്, അമ്മശാങ്ങന്റെ അടുത്ത് നിന്ന്, കുടുംബക്കാരുടെ അടുത്ത് നിന്നൊക്കെ എന്തെല്ലാം ഉപദ്രവങ്ങളായിരിക്കും ഞാൻ നേരിടേണ്ടി വരിക എന്നുള്ള ഒരൊറ്റ ഒരു പേടി കാരണമാണ് പകുതി മുക്കാഭാഗം ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളും കല്യാണം വേണ്ട എന്ന് അവർ അടിവരട്ടിട്ട് അവരോട് പറയുന്നത്. ഇപ്പോഴും ഉണ്ടാവും ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ട് പേരന്റെ മൂലയിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും. മക്കളുള്ളത് കാരണം കൊണ്ട് ജീവിച്ചു പോണതായിരിക്കും അതൊക്കെ. അല്ല എന്നത് കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ? പണ്ട് കുറെ നിബന്ധനകൾ അങ്ങോട്ടേക്ക് വെച്ചുകൊണ്ടിരുന്നത്, ഇന്നിപ്പോ പെണ്ണുങ്ങൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് നിബന്ധനകൾ വെക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോഴാണെന്നുണ്ടെങ്കിലോ ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാതെയായി. അതാണ് പറയുന്നത്, പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ ഒരു വ്യക്തിനെ ഇഷ്ടപ്പെട്ടിരിക്കണ എന്നുണ്ടെങ്കിൽ ആ വ്യക്തിനെയാണ് എന്നിട്ട് സ്വീകരിക്കേണ്ടത്. അതല്ലാതെ ആ വ്യക്തിനേക്കാളും അപ്പുറത്തേക്ക് പണത്തിനെയും പണ്ടത്തിനെയും സ്ത്രീധനത്തിനെയും ഇതിനൊന്നും അല്ല. ഒന്നും വേണ്ട, ആ പെണ്ണിനെ കെട്ടാൻ വേണ്ടിയിട്ട് വരുന്ന ആ ഒരു ആണ് ഒരൊറ്റൊരു വാക്ക് പറഞ്ഞാൽ മതി, ഒന്നും വേണ്ട, ഉള്ളത് എന്താണോ അത് മതി, ഇനിയിപ്പോ ഇല്ലേ കുഴപ്പമില്ല, നിങ്ങളെ മോളെ നല്ല രീതിയിൽ ഞാൻ നോക്കിക്കോളാം എന്നുള്ള ഒരു ഒറ്റ വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ ബാപ്പാക്ക് എന്തൊരു സന്തോഷമായിരിക്കും, എന്തൊരു സമാധാനമായിരിക്കും. പക്ഷെ അതല്ലല്ലോ ഇവിടെ പറഞ്ഞിരുന്നത്. 150 നിബന്ധനകളായിരുന്നു. ഇന്നിപ്പം നിബന്ധനയും വേണ്ട, ഒന്നും വേണ്ട, ഏതെങ്കിലും ഒരു പെണ്ണിനെ നിങ്ങൾ കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോടി മക്കളെ. പെണ്ണുങ്ങളെ റിവെഞ്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പെണ്ണുങ്ങൾ കണ്ടോളി, ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കെട്ടിക്കോളി. അല്ല ഇത്ര സ്ത്രീധനമാണ്, ഇത്രയും നിബന്ധനകളുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊന്നും വെക്കൊണ്ട് പറയാൻ വേണ്ടി നിൽക്കണ്ട. കാരണം പണ്ടത്തെ കാലത്തെ പെണ്ണുങ്ങളല്ല, ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങളാണ്. ഓക്കെ, ഒന്നങ്ങോട്ട് പറഞ്ഞ രണ്ടെണ്ണം ഓർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പറയാനുള്ള ഒരു ചങ്കൂറ്റം ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾക്കുണ്ട്.